Dear students, very good morning all. All are welcome to Business Management new video classroom. In this video, we are going to discuss importance and limitations of planning. നമ്മൾ മാനേജ്മെൻറ്റിൻ്റെ ഫസ്റ്റ് ഫംഗ്ഷനായ പ്ലാനിങ്ങിൻ്റെ ഡീറ്റെയിൽസ് ആണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് എന്താണ് ഒരു പ്ലാനിങ് അഥവാ ആസൂത്രണം ചെയ്യുന്നത് കൊണ്ടുള്ള ഇമ്പോർട്ടൻസ് എന്തെല്ലാമാണ്, അല്ലെങ്കിൽ ഒരു പ്ലാനിങ്ങിൻ്റെ പ്രാധാന്യം എത്രമാത്രമുണ്ട്, അതുപോലെ ലിമിറ്റേഷൻസ് എന്തൊക്കെയാണ് ഒരു പ്ലാനിങ്ങിൻ്റെ പോരായ്മകൾ. നമുക്കറിയാം, ഏതൊരു ഫാക്ട് നമ്മൾ കൺസിഡർ ചെയ്താലും അതിനകത്ത് ഒരുപാട് മെറിറ്റും അതുപോലെ തന്നെ ഡീമെറിറ്റും ഉണ്ടായിരിക്കും. ദെൻ പ്ലാനിങ് എന്ന് പറയുന്ന ഫണ്ടമെൻ്റൽ അല്ലെങ്കിൽ ബേസിക് ആയിട്ടുള്ള മാനേജ്മെൻറ്റിൻ്റെ ഫങ്ഷൻ ഓർ പ്രോസസ് ഡിസ്കസ് ചെയ്യുമ്പോൾ ആ പ്ലാനിങ്ങിനകത്ത് ഒരുപാട് ഇമ്പോർട്ടൻസ് ഉണ്ട്, അതുപോലെ തന്നെ ഒത്തിരി ലിമിറ്റേഷൻസ് ഉണ്ട്. ദെൻ ലെറ്റ്സ് ഗോ, വാട്ട് ആർ ദ ഇമ്പോർട്ടൻസ് ആൻഡ് ലിമിറ്റേഷൻസ് ഓഫ് പ്ലാനിങ് ഫങ്ഷൻ. വാട്ട് ആർ ദ ഇമ്പോർട്ടൻസ് ഓഫ് പ്ലാനിങ്? വളരെ പ്രധാനപ്പെട്ടിട്ടുള്ള പ്ലാനിങ്ങിൻ്റെ ഇമ്പോർട്ടൻസ് എന്തെല്ലാമെന്ന് ചെക്ക് ചെയ്യും. നമ്പർ 1, ഫോക്കസസ് അറ്റൻഷൻ ഓൺ ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ് to offset uncertainty, helps in coordination, facilitates control. Planning brings economy into operation, enhance efficiency, helps motivation. ഓക്കെ, അപ്പോൾ ഇതാണ് പ്രധാനപ്പെട്ട ഇമ്പോർട്ടൻസ്. ഒരു പ്ലാനിങ് എന്ന് പറയുന്ന പ്രോസസ്സ് അല്ലെങ്കിൽ ഒരു പ്ലാനിങ് ഫംഗ്ഷന് ഒരു ഓർഗനൈസേഷനകത്ത് ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ രീതിയിലുള്ള ബെനിഫിറ്റ് ആ ഒരു ഫോമിന് അല്ലെങ്കിൽ ആ യൂണിറ്റിന് ഉണ്ടായിരിക്കും. ഫസ്റ്റ് എന്ന് പറയുന്നത് എന്താ? ഫോക്കസസ് അറ്റൻഷൻ ഓൺ ഓർഗനൈസേഷൻ ഒബ്ജക്റ്റീവ്സ്. പ്ലാനിങ്ങിൻ്റെ പ്രൈമറി ഓർ ബേസിക് സ്റ്റെപ്സ് എന്താണ്? ഡിറ്റർമിനേഷൻ ഓഫ് ഒബ്ജക്റ്റീവ്സ്. ഒബ്ജക്റ്റീവ് ഡിറ്റർമിൻ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ എന്താ പറയുന്നത്? നമ്മളൊരു പ്ലാനിങ് പ്രോസസ്സ് ഇംപ്ലിമെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അത് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അതിലേക്ക് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഫോക്കസസ് അറ്റൻഷൻ ഓൺ ഓർഗനൈസേഷൻ ഒബ്ജക്റ്റീവ്സ്. അപ്പോൾ ഓർഗനൈസേഷൻ്റെ ഒബ്ജക്റ്റീവിലേക്ക് നമുക്ക് ഫോക്കസ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നു. അപ്പോൾ ഫേമിൻ്റെ ഒബ്ജക്റ്റീവ്സ് ലോങ് ടേം ആവാം അല്ലെങ്കിൽ ഷോർട്ട് ടേം ആവാം. അപ്പോൾ ലോങ് ടേം ആയിരുന്നാലും ഷോർട്ട് ടേം ആയിരുന്നാലും ഫേമിൻ്റെ ഒബ്ജക്റ്റീവ്സ് അല്ലെങ്കിൽ ഓവറോൾ ഒബ്ജക്റ്റീവ് എന്താണോ ആ ഒബ്ജക്റ്റീവിനെ ഫേസ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ അതിനെ അച്ചീവ് ചെയ്യുവാനുള്ള റെമഡീസ് കൊണ്ടുവരാൻ വേണ്ടി, അല്ലെങ്കിൽ ആക്ഷൻസ് എന്താണോ അത് കൊണ്ടുവരാൻ വേണ്ടി പ്ലാനിങ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നു. അപ്പോൾ ആ ഒബ്ജക്റ്റീവിലേക്ക് ആവശ്യമായിട്ടുള്ള പ്രോസസ്സ് എന്തെല്ലാമാണ്? അപ്പോൾ വളരെ ബേസിക് ആയിട്ടുള്ള ഓവറോൾ ഒബ്ജക്റ്റീവ് ഡിറ്റർമിൻ ചെയ്ത് കഴിഞ്ഞു. ആ ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിനകത്തേക്ക് ഒരുപാട് പ്രോസസ്സ് ഇൻവോൾവ് ആവേണ്ടി വരും. ആ പ്രോസസ്സ് നമ്മൾ എവിടെയാണ് ഡിറ്റർമിൻ ചെയ്യുന്നത്? പ്ലാനിങ്ങിലൂടെയാണ്. ഓക്കെ, അപ്പോൾ അത്തരത്തിലുള്ള ഒരു പ്ലാനിങ് കീപ്സ് എവരിവൺ ഇൻഫോംഡ് ദ ഒബ്ജക്റ്റീവ്സ്. Every person can tune his activity on the basis of objectives. ഓക്കെ, അപ്പോൾ ആ ഒബ്ജക്റ്റീവ് ഡിറ്റർമിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ ഒബ്ജക്റ്റീവിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യുന്നു? ഓരോരുത്തരും അവരുടേതായ ആക്ടിവിറ്റീസ് ട്യൂൺ ചെയ്യുന്നു. എന്തിൻ്റെ ബേസിൽ? പ്ലാനിങ് പ്രോസസ്സിൻ്റെ ബേസിൽ. ഓക്കെ, അപ്പോൾ നല്ലൊരു പ്ലാനിങ് പ്രോസസ്സ് ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്താണോ ഫോമിൻ്റെ അല്ലെങ്കിൽ ഓർഗനൈസേഷൻ്റെ ഓവറോൾ ഒബ്ജക്റ്റീവ് അത് ഫോക്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. സെക്കൻഡ് വൺ, ടു ഓഫ്സെറ്റ് അൺസർട്ടനിറ്റിയെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടി സാധിക്കും. അപായ സാധ്യതകൾ, ദാറ്റ് മീൻസ് ഫ്യൂച്ചറിൽ എന്താണ് ഉണ്ടാവാൻ പോകുന്നത്. അപ്പോൾ ഫ്യൂച്ചറിൽ ഉണ്ടാകുന്ന ഗവൺമെൻറ്റിൻ്റെ പോളിസീസ് അല്ലെങ്കിൽ ടെക്നോളജിക്കൽ ഡെവലപ്മെൻറ്റ്. ഇപ്പോൾ എന്തിനാ എക്സാമ്പിളായിട്ട് തന്നെ എടുക്കുമ്പോൾ നമ്മുടെ കോളേജുകൾ, ദാറ്റ് മീൻസ് എഡ്യൂക്കേഷൻ ഫീൽഡിൽ ഈ കൊറോണ എഫക്റ്റ് ചെയ്തതിൻ്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷൻ കടന്നു വന്നപ്പോൾ ഓൺലൈൻ ക്ലാസ്സുകളിലേക്ക് എല്ലാവരും എൻ്റർ ചെയ്തു. ഓക്കെ, ചില കോളേജുകളിൽ അല്ലെങ്കിൽ ചില ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് ലൈവായിട്ട് ക്ലാസ് കൊടുക്കുന്നു. ചില കോളേജുകളിൽ അവരുടെ കോളേജ് സൈറ്റിൽ ഇൻഫോർമേഷൻ ഷെയർ ചെയ്യുന്നു. ചില ഗൂഗിൾ മീറ്റ് നടത്തിക്കൊണ്ട് ക്ലാസ്സുകൾ റൺ ചെയ്തു പോകുന്നു. ഇങ്ങനെ ഒരുപാട് പ്രോസസ്സ് ഇൻവോൾവ് ആയി. എന്ത് ചെയ്തു? അതായത് എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന ഫീൽഡ് നിന്ന് പോകാൻ പാടില്ല. ആ ഒരു സർവീസ് റൺ ചെയ്തുകൊണ്ടിരിക്കണം. എന്ത് സിറ്റുവേഷൻ വന്നിരുന്നാലും അതിനെ ഫേസ് ചെയ്യാം. അപ്പോൾ അവിടെ ഓഫ്ലൈനിൽ ഉണ്ടായിരുന്ന ക്ലാസ്സുകളെ നമ്മൾ എന്ത് ചെയ്തു? ബാൻ ചെയ്തു. എന്നിട്ടാണ് ഇപ്പോൾ എന്ത് ചെയ്ത്? ഓൺലൈനിലേക്ക് എൻ്റർ ചെയ്തത്. അപ്പോൾ ആ സർവീസ് ഇപ്പോഴും റൺ ചെയ്തു പോകുന്നുണ്ട്. അപ്പോൾ ഫ്യൂച്ചറിൽ ഉണ്ടാകുന്ന നമ്മളൊക്കെ പ്രതീക്ഷിച്ചിരുന്നത് എന്താണ്? ഓഗസ്റ്റ് മാസം അല്ലെങ്കിൽ ലാസ്റ്റ് സെപ്റ്റംബർ അല്ലെങ്കിൽ ലാസ്റ്റ് ഓഗസ്റ്റ് മാസം ആകുമ്പോഴേക്കും
ഓൺലൈൻ ക്ലാസ്സുകളൊക്കെ നിർത്തി എല്ലാവരും റെഗുലർ ക്ലാസ് റൂമിൽ എത്തിയാണ്. അപ്പോൾ നമ്മൾ നേരത്തെ പ്ലാൻഡ് ആയതാണ് എന്ത്, ഒരു ഓൺലൈൻ ക്ലാസ് കൊടുക്കുമ്പോൾ കോളേജിൻ്റെ വെബ്സൈറ്റിലൂടെ അത് പ്രൊവൈഡ് ചെയ്ത് കൊടുത്താൽ എക്കാലത്തും കുട്ടികൾക്ക് അത് യൂസ് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഓക്കെ, അവിടെ എന്താ ചെയ്തത്, ഫ്യൂച്ചറിൽ ഉണ്ടാകുന്ന പ്രോബ്ലംസിനെ ഒഴിവാക്കാൻ വേണ്ടി ഇപ്പോൾ നമ്മൾ ഓൺലൈൻ ക്ലാസ്സുകളാണ് കൊടുക്കുന്നതെങ്കിൽ, അതായത് ലൈവ് ക്ലാസ്സുകളാണ് കൊടുക്കുന്നതെങ്കിൽ ആ ലൈവിൽ ഏതെങ്കിലും ഒരു കുട്ടിക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ എന്തായിരിക്കും, അവൻ അറ്റൻഡൻസ് നഷ്ടപ്പെടും, ആ ക്ലാസ്സും നഷ്ടപ്പെട്ടു പോകും, പിന്നെ ഒരിക്കലും അത് റിക്കവർ ചെയ്യാൻ പറ്റില്ല. പക്ഷെ നമ്മൾ എന്ത് ചെയ്തു, ആ അത്തരത്തിലുള്ള അൺസർട്ടിനിറ്റിയെ ഫോക്കസ് ചെയ്തുകൊണ്ട് നമ്മൾ എന്താ ചെയ്തത്, കോളേജിൻ്റെ സൈറ്റിലേക്ക് ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്തു. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരു വെൽ പ്ലാനിങ് പ്രോസസ്സ് കോളേജ് ഇംപ്ലിമെൻറ്റ് ചെയ്തുകൊണ്ട് ഒരു തരത്തിലുള്ള അൺസർട്ടിനിറ്റിയും ആരുടെ ഭാഗത്തുണ്ടാവേണ്ട, കുട്ടികളുടെ ഭാഗത്തുണ്ടാവണം. അതായത് ഇപ്പോൾ എനിക്ക് ഇന്ന് ഒരു പെർട്ടിക്കുലർ ഫംഗ്ഷൻ ഉണ്ട് വീട്ടിൽ, അല്ലെങ്കിൽ നൈബറിൻ്റെ വീട്ടിലുണ്ട്, അല്ലെങ്കിൽ റിലേറ്റീവിൻ്റെ വീട്ടിലുണ്ട്, അവിടെ എനിക്ക് പോകണം, പക്ഷെ ഇന്ന് ക്ലാസ് റൺ ചെയ്യുന്നുണ്ട്. പക്ഷെ ആ ക്ലാസ് എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മുടെ കോളേജിൻ്റെ സൈറ്റിൽ അവൈലബിൾ ആണ്. ഏത് സമയത്ത് വേണമെങ്കിലും എവിടെ വെച്ചിട്ട് വേണമെങ്കിലും നമുക്കത് ഓപ്പൺ ചെയ്തുകൊണ്ട് ക്ലാസ്സിൽ ഇൻവോൾവ് ആവാൻ വേണ്ടി സാധിക്കും. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരു പ്ലാനിങ് പ്രോസസ്സ്, അതല്ല ഇപ്പോൾ മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ കോളേജ് അധികാരികൾ തീരുമാനിച്ചത് ലൈവ് ക്ലാസ്സുകൾ മാത്രം കൊടുത്താൽ മതി കുട്ടികൾക്ക് എന്നുള്ള തീരുമാനമാണ് എടുത്തെങ്കിൽ കുട്ടികൾക്ക് അൺസർട്ടനിറ്റി ക്രിയേറ്റ് ചെയ്യും. ഓക്കെ, അപ്പം നമ്മൾ കോളേജിൻ്റെ സൈറ്റിലൂടെ ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നു എന്നുള്ള ഒരു പ്ലാനിങ് പ്രോസസ്സ് ഇംപ്ലിമെൻറ്റ് ചെയ്തുകൊണ്ട് എന്ത് ബെനിഫിറ്റ് ഉണ്ടായി, ടു ഓഫ്സെറ്റ് അൺസർട്ടനിറ്റി. ഓക്കെ, അപ്പോൾ ആ ഒരു സിറ്റുവേഷൻ ബേസ്ഡ് ഉണ്ടായിട്ടുള്ള ഒരു പ്ലാനിങ് പ്രോസസ്സാണ്. ഹെൽപ്സ് ഇൻ കോഓർഡിനേഷൻ. കോഓർഡിനേഷനെ ഹെൽപ്പ് ചെയ്യുന്നു. എങ്ങനെയാണ് കോഓർഡിനേഷനെ ഹെൽപ്പ് ചെയ്യുന്നത്? വെൽ കൺസിഡേർഡ് ഓവറോൾ പ്ലാൻസ് യൂണിഫൈ ഇന്റർ ഡിപ്പാർട്ട്മെന്റൽ ആക്ടിവിറ്റീസ് ടു അച്ചീവ് ഓർഗനൈസേഷൻ ഒബ്ജക്റ്റീവ്സ്. നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, അതായത് പ്ലാനിങ്ങിന്റെ സ്റ്റെപ്സ് ഡിസ്കസ് ചെയ്ത സമയത്ത് നമ്മൾ ഡിസ്കസ് ചെയ്ത് പോയിട്ടുള്ള ഒരു ഇവന്റ് ആണ്. ഓരോ ഡിപ്പാർട്ട്മെന്റ് ഹെഡ്സിനും അവരുടെ ഒബ്ജക്റ്റീവ് അറ്റൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ കോഴ്സ് ടു ആക്ഷനിലേക്ക് കൺവേർട്ട് ചെയ്ത് പോവാം ഓരോ ഇന്റർ ഡിപ്പാർട്ട്മെന്റ്. ഓക്കെ, കമ്പനിയുടെ അല്ലെങ്കിൽ ഫേമിൻ്റെ അല്ലെങ്കിൽ ഓർഗനൈസേഷൻ്റെ ഓവറോൾ ഒബ്ജക്റ്റീവ് ഡിഫറെൻ്റ് ആയിരിക്കും. ഈ ഓവറോൾ ഒബ്ജക്റ്റീവ് ഡിഫറെൻറ്റ് പാർട്ടായിട്ട് കൊടുത്തിട്ടുള്ളതാണ് ഡിഫറെൻറ്റ് സെക്ഷനിൽ അല്ലെങ്കിൽ ഡിഫറെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റിൽ അവർ കംപ്ലീറ്റ് ചെയ്യുന്നുണ്ടാവുക. ഈ ഓരോ ഡിപ്പാർട്ട്മെൻറ്റും ചെയ്തിട്ടുള്ള ആക്ടിവിറ്റീസിനെ എന്ത് ചെയ്യുന്നു, കോർഡിനേറ്റ് ചെയ്തുകൊണ്ട് നല്ല ഒരു ആക്ടിവിറ്റീസ് ആക്കി മാറ്റാൻ വേണ്ടി പ്ലാനിങ് പ്രോസസ്സ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നു. അതായത് നല്ല ഒരു ആസൂത്രണം ഓരോ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗത്തും. ഇപ്പോൾ ഒരു പ്രോഗ്രാം നടക്കുകയാണ്, അപ്പോൾ ആ പ്രോഗ്രാമിന് ഇപ്പോൾ വാട്ടർ ഫെസിലിറ്റീസ് വേണ്ടി വരും, അതുപോലെ വെഹിക്കിൾ ഫെസിലിറ്റി വേണ്ടി വരും. സ്റ്റേജ് പ്രോഗ്രാം ആണെന്നുണ്ടെങ്കിൽ സ്റ്റേജിലേക്കുള്ള ആളുകൾ വേണ്ടി വരും, സ്റ്റേജിൻ്റെ എക്യുപ്മെൻറ്റ്സ് വേണ്ടി വരും, സൗണ്ട് വേണ്ടി വരും, അത് ഇവാലുവേറ്റ് ചെയ്യാൻ ആളുകളെ വേണ്ടി വരും. ദെൻ അവർ വരുന്ന പാർട്ടിസിപ്പേഴ്സിനെ ഇൻവൈറ്റ് ചെയ്യാൻ ആളുകളെ വേണ്ടി വരും, കൺട്രോൾ ചെയ്യാൻ ആൾ വേണ്ടി വരും, അവർക്ക് ഫുഡ് ഫെസിലിറ്റീസ് കൊടുക്കേണ്ടി വരും, മെഡിക്കൽ ഫെസിലിറ്റീസ് വേണ്ടി വരും. ഇങ്ങനെ ഒത്തിരി ഇവൻറ്റുകൾ ഉണ്ടായിരിക്കും. ഓവറോൾ ഒബ്ജക്റ്റീവ് എന്താണ്, പ്രോഗ്രാം വളരെ ഭംഗിയായി ആൻഡ് ഇൻ ടൈമിൽ കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഓവറോൾ ഒബ്ജക്റ്റീവ്. അങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ, അതായത് ഇൻ ടൈമിൽ പ്രോഗ്രാം യാതൊരു പ്രോബ്ലംസും ഇല്ലാതെ കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ ഈ പറഞ്ഞിട്ടുള്ള ഓരോ സെക്ഷനും അവരുടേതായ ഡ്യൂട്ടീസ് വളരെ കൃത്യമായി ചെയ്തിരിക്കണം. അപ്പോൾ ഒരു ഡ്യൂട്ടി ചെയ്യുന്ന ഒരാൾക്ക് മറ്റൊരു ഡ്യൂട്ടിയിൽ ഇൻവോൾവ് ആവാൻ വേണ്ടി സാധിക്കില്ല, കാരണം അയാൾക്ക് അത് അത്രമാത്രം ഡ്യൂട്ടീസ് അലോട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ഓരോ ഡിപ്പാർട്ട്മെൻറ്റും സെപ്പറേറ്റ് അവരുടേതായ ഒബ്ജക്റ്റീവ്സ് അല്ലെങ്കിൽ അവരുടേതായ ഡ്യൂട്ടീസ് അല്ലെങ്കിൽ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യുന്നതോടുകൂടി ആ ഫേമിനെ സംബന്ധിച്ചിടത്തോളം ഓരോരുത്തർക്കും സ്പെസിഫൈഡ് പ്ലാനിങ് അല്ലെങ്കിൽ പ്രൊസീജിയർ അല്ലെങ്കിൽ സ്കീംസ് അല്ലെങ്കിൽ പ്രിൻസിപ്പിൾസ് ഇത് അലോട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എങ്കിൽ അവർ അവരുടേതായ ഡ്യൂട്ടീസ് കംപ്ലീറ്റ് ചെയ്യുന്നു. സോ ഓർഗനൈസേഷനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആ ഒരു പ്രീ പ്ലാൻഡ് ആയിട്ടുള്ള ഓവറോൾ ഒബ്ജക്റ്റീവ് എന്താണോ അത് അച്ചീവ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നു ത്രൂ ദി വെൽ കോർഡിനേഷൻ ആക്ടിവിറ്റീസ്. ഓക്കെ, ദെൻ ഫെസിലിറ്റേറ്റ്സ് കൺട്രോൾ ആക്ടിവിറ്റീസ് വളരെ സിമ്പിളായിട്ട് നമുക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. കൺട്രോൾ കനോട്ട് ബി എക്സൈസ് വിതൗട്ട് പ്ലാനിങ്. പ്ലാൻ ചെയ്തെങ്കിലല്ലേ കൺട്രോൾ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. നമ്മളൊരു പ്ലാനിങ്ങും ഇല്ലാതെ ഇപ്പോൾ ഏർലി മോർണിംഗിൽ നമ്മൾ എഴുന്നേറ്റു, നമുക്കൊരു പ്ലാനും ഇല്ല, ഇന്ന് കോളേജിൽ പോകണോ, ഇന്ന് പഠിക്കേണ്ടതുണ്ടോ, ഇന്ന് എന്തൊക്കെ ടൈം ടേബിളാണ് ഉള്ളത്, എന്താണ് കോളേജിൽ കൊണ്ടുപോകേണ്ടത്, എന്തെങ്കിലും അഡീഷണൽ ഇന്ന് കൊണ്ടുപോകാനുണ്ടോ, എന്തെങ്കിലും എക്സ്ട്രാ പ്രോഗ്രാം ഇന്ന് കോളേജിലുണ്ടോ, ഇതിനെക്കുറിച്ച് ഒന്നും ചിന്തിക്കാതെ നമ്മൾ നേരെ എഴുന്നേറ്റ് നമ്മുടെ ആക്ടിവിറ്റീസൊക്കെ കഴിഞ്ഞ് നേരെ കുറച്ച് ബുക്സ് എടുത്ത് കോളേജിലേക്ക് പോകും. ഓക്കെ, അപ്പോൾ അങ്ങനെ പോയാൽ എന്താണ്, നമ്മൾ ഒരു കാര്യത്തിനും ഒരു പ്ലാനിങ്ങും ഇല്ല, ഒരു ഇവൻറ്റും ഇല്ല. അതുകൊണ്ട് തന്നെ നമുക്ക് എന്തും ആവശ്യമില്ല, ഒരു കൺട്രോളിങ്ങും ആവശ്യമില്ല. അപ്പോൾ നമ്മൾ ഏർലി മോർണിംഗിൽ നീറ്റു, നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞു, കുറച്ച് സമയം നമ്മൾ TV പ്രോഗ്രാം കണ്ടിരിക്കുകയാണ്.
അപ്പോൾ എപ്പോഴാണ് കോളേജിൽ പോകേണ്ടത്, എപ്പോഴാണ് കോളേജിൽ അറ്റൻഡ് ചെയ്യേണ്ടത് എന്നുള്ളതിനെ കുറിച്ചൊന്നും നമുക്കൊരു ഐഡിയ ഇല്ല, അല്ലെങ്കിൽ ഒരു പ്ലാനിങ് നമ്മൾ നടത്തിയിട്ടില്ല. അതുകൊണ്ട് നമ്മൾ ഹാഫ് ആൻ അവർ പ്രോഗ്രാം കാണുന്നത് ഒരു 1 hour പ്രോഗ്രാം കാണുന്നു. അപ്പോൾ അവിടെ ഡിലേ ആയി, ഹാഫ് ആൻ അവർ അവിടെ ഡിലേ ആയി. അപ്പോൾ കോളേജിൽ എത്തുമ്പോൾ ഹാഫ് ആൻ അവർ അവിടെ ഡിലേ ആയി കഴിഞ്ഞിട്ടുണ്ടായിരിക്കും. അതുപോലെ തന്നെ എല്ലാ ഇവൻറ്റും അവിടെ എന്തായിരിക്കും, പ്രോബ്ലംസ് അറൈസ് ചെയ്യും. അപ്പോൾ ഇതിനെ അവോയ്ഡ് ചെയ്യണമെങ്കിൽ നല്ല ഒരു കൺട്രോളിങ് ആക്ടിവിറ്റീസ് ആണ്. അപ്പോൾ ആ കൺട്രോളിങ് ആക്ടിവിറ്റീസ് ജനറേറ്റ് ചെയ്യുന്നത് എപ്പോഴാണ്, ആഫ്റ്റർ ദ പ്ലാനിങ് പ്രോസസ്. ഓക്കെ, അപ്പോൾ നല്ല ഒരു പ്ലാനിങ് പ്രോസസ് ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ലൊരു ഫെസിലിറ്റേഷൻ അല്ലെങ്കിൽ ഒരു കൺട്രോളിങ് ആക്ടിവിറ്റീസ് ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് സാധിക്കും. ത്രൂ ദ പ്ലാനിങ് മാനേജ്മെന്റ് ഡിസൈഡ് ദ സ്റ്റാൻഡേർഡ് ഓഫ് പെർഫോമൻസ്. ഓക്കെ, അപ്പോൾ ആ പെർഫോമൻസ് ഇവാലുവേറ്റ് ചെയ്യുക എന്നുള്ളതാണല്ലോ കൺട്രോളിങ് പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ പ്ലാനിങ്ങിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്യുന്നു. ആ സ്റ്റാൻഡേർഡ് അച്ചീവ് ചെയ്തിട്ടുണ്ടോ എന്ന് ഇവാലുവേറ്റ് ചെയ്യലാണ് കൺട്രോളിങ് പ്രോസസ്സ് എന്ന് പറയുന്നത്. അപ്പോൾ പ്ലാനിങ് പ്രോസസ്സ് ഇല്ലെങ്കിൽ കൺട്രോളിങ് പ്രോസസ്സിങ്ങിൻ്റെയും ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ നല്ലൊരു പ്ലാനിങ് പ്രോസസ്സ് ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നല്ലൊരു കൺട്രോളിങ് ആക്ടിവിറ്റീസും ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും. Then next one, planning brings economy into operation. ഓപ്പറേഷനിൽ ഇക്കോണമി ജനറേറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും. എന്താണ് ഓപ്പറേഷണൽ ഇക്കോണമി ജനറേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ, ദാറ്റ് മീൻസ് ഒരു ഓർഗനൈസേഷനെ സംബന്ധിച്ചിടത്തോളം ഓർഗനൈസേഷന്റെ ഏറ്റവും വലിയ അസറ്റ് എന്ന് പറയുന്നത് ഹ്യൂമൻ റിസോഴ്സ് ആണ്. ദെൻ മെഷീനറീസ്. അപ്പോൾ നല്ല ക്വാളിറ്റി ഉള്ള മെഷീനറീസ്, റോ മെറ്റീരിയൽ അത് ഹാൻഡിൽ ചെയ്യാൻ ക്വാളിറ്റി ഉള്ള അല്ലെങ്കിൽ സ്കിൽ ആയിട്ടുള്ള അല്ലെങ്കിൽ സ്കിൽഡ് ലാബേഴ്സിനെ അപ്പോയിന്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഈ സ്കിൽഡ് ലാബേഴ്സിനെ സെലക്ട് ചെയ്തു, ക്വാളിറ്റി ഉള്ള റോ മെറ്റീരിയൽ കൊണ്ടുവന്നു, നല്ല എഫിഷ്യൻ്റ് ആയിട്ട് റൺ ചെയ്യുന്ന മെഷീനറീസ് കൊണ്ടുവന്നു. ഓക്കെ, ഇതൊക്കെ എങ്ങനെയാണ് സാധിക്കുന്നത്, പ്ലാനിങ് പ്രോസസ്സിലൂടെ. ഓക്കെ, നമ്മൾ പ്ലാൻ ചെയ്യുന്നു, നല്ല സ്കിൽഡ് ലാബേഴ്സിനെ, എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ലാബേഴ്സിനെ വേണം. ഒരു പ്ലാനിങ്ങും ഇല്ലാതെ ഒരു അഡ്വർടൈസ്മെന്റ് കൊടുത്തു, അവിടെ കുറച്ച് ആളുകൾ വന്നു, അവർ വെറുതെ ഒരു ഇന്റർവ്യൂ എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് കണ്ടക്ട് ചെയ്തു, കുറച്ച് ആളുകളെ സെലക്ട് ചെയ്തു. അങ്ങനെയല്ല, ഓരോ പ്രോസസ്സും ഇൻവോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഫിസിക്കലി അല്ലെങ്കിൽ പേഴ്സണാലിറ്റി ഉള്ള അല്ലെങ്കിൽ എക്സ്പീരിയൻസ് ആയിട്ടുള്ള സ്കിൽഡ് ആയിട്ടുള്ള ലേബേഴ്സിന്, അത് മെൻ വേണോ വുമൺ വേണോ, എത്ര അവേഴ്സ് ഒരു ലേബറിനെ കൊണ്ട് വർക്ക് ചെയ്യിപ്പിക്കണം, എത്ര ആയിരിക്കണം പെർ ഡേയിൽ പ്രൊഡക്ഷൻ യൂണിറ്റിൻ്റെ പ്രോസസ്സ് ഉണ്ടായിരിക്കേണ്ടത്, ഇതൊക്കെ നമ്മൾ പ്ലാൻ ചെയ്യണം. ഓക്കെ, അപ്പോൾ അതിനാവശ്യമായ മെഷീനറീസ് എങ്ങനെയായിരിക്കണം, ആരിൽ നിന്നായിരിക്കണം റോ മെറ്റീരിയൽ വാങ്ങിക്കേണ്ടത്, റോ മെറ്റീരിയൽ നമുക്ക് കൺവീനിയൻ്റ് ആയിട്ടുള്ള ലൊക്കേഷനിൽ എവിടെയാണ് ഉള്ളത്, ഇതൊക്കെ നമ്മൾ പ്ലാൻ ചെയ്തിട്ട് വേണം പ്രോസസ്സ് ഇൻവോൾവ് ആവാൻ. ഓക്കെ, അപ്പോൾ അത്തരത്തിലുള്ള ഒരു പ്ലാനിങ് പ്രോസസ്സ് നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി നമ്മുടെ അതായത് ഇക്കോണമിയെ അത് എഫക്ട് ചെയ്യും. അതായത് ഡേ ടു ഡേ എക്സ്പെൻസിന്റെ വോളിയം കുറയ്ക്കാൻ പറ്റും, അഥവാ പ്രിലിമിനറി എക്സ്പെൻസസും റെഡ്യൂസ് ചെയ്യാൻ പറ്റും. എന്താ പ്രിലിമിനറി എക്സ്പെൻസസ് എന്ന് പറഞ്ഞാൽ, ഒരു ഫോമിന്റെ ഇനീഷ്യൽ സ്റ്റേജിൽ ഉണ്ടാകുന്ന എക്സ്പെൻസസിനെയാണ് പ്രിലിമിനറി എക്സ്പെൻസസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ആ പ്രിലിമിനറി എക്സ്പെൻസസിന്റെ വോളിയം റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. അതുപോലെ റണ്ണിങ് ടൈമിൽ ഉണ്ടാകുന്ന കോസ്റ്റും റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. എങ്ങനെ, ഈ പറയുന്ന ക്വാളിറ്റിയുള്ള റോ മെറ്റീരിയൽസും ദെൻ എഫിഷ്യൻ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന മെഷീനറീസും ദെൻ വെൽ ക്വാളിഫൈഡ് ആയിട്ടുള്ള സ്കിൽഡ് ആയിട്ടുള്ള ലേബേഴ്സിനെ നമ്മൾ അപ്പോയിന്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇക്കോണമി ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഓക്കെ, ദെൻ എൻഹാൻസ് എഫിഷ്യൻസി. റെഡി ആണല്ലോ, എഫിഷ്യൻസിന്റെ വോളിയം ഓട്ടോമാറ്റിക്കലി കൂടും. എഫിഷ്യൻസിന്റെ വോളിയം കൂടുന്നത് എന്തുകൊണ്ടാണ്, ഈ പറയുന്ന ലാബേഴ്സിനെ യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട്, ദെൻ നല്ല റോ മെറ്റീരിയൽസ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്, നല്ല മാർക്കറ്റിംഗ് ഫെസിലിറ്റീസ് നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ട്, നമ്മുടെ മാനേജേഴ്സൊക്കെ വളരെ കെയർഫുൾ ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഒരു റിസൾട്ട് നമുക്കുണ്ടാവും. അതായത് നമ്മളൊരു പ്ലാനിങ് നടത്തിയിട്ടുണ്ട്, ഇങ്ങനെ ആയിരിക്കണം, ഇത്ര പീരീഡ് ആകുമ്പോഴത്തേനും ഇത്ര യൂണിറ്റ് നമ്മൾ സെയിൽസ് നടന്നിരിക്കണം എന്ന് നമ്മൾ ടാർഗറ്റ് ചെയ്തു, അതിന് ടേൺ ഓവർ ഇത്ര രൂപ ഉണ്ടായിരിക്കണം എന്നൊക്കെ നമ്മൾ പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ അതിനനുസരിച്ച് കൊണ്ട് എത്തുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ കൺട്രോളിങ് പ്രോസസ്സും നടത്തുന്നു. അതും മുഖാന്തരം എന്ത് ലഭിക്കുന്നു, ഒരു ഫോമിനെ സംബന്ധിച്ചിടത്തോളം ആ ഫോമിന്റെ എഫിഷ്യൻസി വർദ്ധിപ്പിക്കാൻ വേണ്ടി സാധിക്കും. ദെൻ ഹെൽപ്സ് മോട്ടിവേഷൻ. ഓക്കെ, ലാബേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ മാനേജറെ സംബന്ധിച്ചിടത്തോളം ക്രെഡിറ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം മോട്ടിവേഷൻ ടെക്നിക്സ് വളരെ നിർബന്ധമാണ്. ഓക്കെ, അപ്പോൾ ക്രെഡിറ്റേഴ്സിന് എന്താ മോട്ടിവേഷൻ കൊടുക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താണ്, ക്രെഡിറ്റേഴ്സിന് ലോങ് പീരിയഡിലേക്ക് ക്രെഡിറ്റിന് പ്രോഡക്റ്റ് അല്ലെങ്കിൽ റോ മെറ്റീരിയൽ സപ്ലൈ ചെയ്യണമെങ്കിൽ അവരെ എന്ത് ചെയ്യണം, നമ്മുടെ കയ്യിൽ ക്യാഷ് ഉണ്ടാകുന്ന സമയങ്ങളിലൊക്കെയും അവർക്ക് പേയ്മെന്റ് നടത്തിയിരിക്കണം, ക്രെഡിറ്റേഴ്സിന്റെ കേസ്. ദെൻ കസ്റ്റമേഴ്സിന്റെ കേസിൽ എങ്ങനെയാണ് കസ്റ്റമേഴ്സിനെ മോട്ടിവേറ്റ് ചെയ്യുന്നത്, കസ്റ്റമേഴ്സിന് നല്ല ഓഫറുകൾ പ്രൊവൈഡ് ചെയ്തുകൊണ്ട് ക്വാളിറ്റിയുള്ള പ്രോഡക്റ്റ് ഇൻ ടൈമിൽ അവർക്ക് എത്തിച്ചു കൊടുത്തുകൊണ്ട് ഫെയർ പ്രൈസ് മാത്രം ചാർജ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി കസ്റ്റമറിനെ റീടെൻഷൻ ചെയ്യാൻ വേണ്ടി സാധിക്കും ഫോമിനെ സംബന്ധിച്ചിടത്തോളം. ഓക്കെ, ഇങ്ങനെ ആയാൽ ഓട്ടോമാറ്റിക്കലി ഫോമിന്റെ
ഗുഡ് വില്ല് ജനറേറ്റ് ചെയ്യുകയും ചെയ്യും. ഓക്കെ, അത്തരത്തിലുള്ള ഒരു മോട്ടിവേഷൻ ടെക്നിക്സിനെ നമുക്ക് എന്ത് ചെയ്യും, ഈ പ്ലാനിങ് യൂട്ടിലൈസ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇത്തരത്തിലുള്ള ഇവൻറ്റുകൾ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഒരു വെൽ ഒക്യുപ്പൈഡ് ആയിട്ടുള്ള പ്ലാനിങ് പ്രോസസ് ഇംപ്ലിമെന്റ് ചെയ്യുകയാണെങ്കിൽ. അതായത് ഫോക്കസസ് അറ്റൻഷൻ ഓൺ ഓർഗനൈസേഷൻ ഒബ്ജക്റ്റീവ്. ഫേമിന്റെ ഓവറോൾ ഓർഗനൈസേഷൻ ഒബ്ജക്റ്റീവ് എന്താണോ അത് അറ്റൈൻ ചെയ്യാൻ വേണ്ടി പ്ലാനിങ് ഹെൽപ്പ് ചെയ്യുന്നു. ദെൻ ടു ഓഫ്സെറ്റ് അൺസർട്ടനിറ്റി. പിന്നെ നമ്മൾ അൺസർട്ടനിറ്റിയെ കുറിച്ചിട്ട്, അതായത് ഫ്യൂച്ചറിൽ പ്രോബ്ലംസ് ഉണ്ടാകും എന്നതിനെ കുറിച്ച് ആവലാതിപ്പെടേണ്ടതില്ല. ഫോർസൈറ്റ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഇവിടെ എന്ത് ചെയ്തത്, പ്ലാൻ ചെയ്തിട്ടുള്ളത്. ഓക്കെ, ദെൻ ഹെൽപ്സ് ഇൻ കോഓർഡിനേഷൻ. നല്ല കോഓർഡിനേഷൻ ഓരോ ഡിപ്പാർട്ട്മെന്റ്, ഓരോ സെക്ടർ, ഓരോ ഏരിയ ബേസിൽ അല്ലെങ്കിൽ ഓരോ ലാബേഴ്സിന്റെ ബേസിലുള്ള പ്രോസസ്സ് നമ്മൾ നേരത്തെ പ്ലാൻ ചെയ്തു കഴിഞ്ഞു. അത് നമ്മൾ വെൽ കോർഡിനേറ്റ് ചെയ്ത് പോവുകയും ചെയ്യും. ദെൻ ഫെസിലിറ്റേറ്റ് കൺട്രോൾ. നല്ല ഒരു കൺട്രോളിങ് ആക്ടിവിറ്റീസിനെ ഇവിടെ ഹെൽപ്പ് ചെയ്യുന്നു. ദെൻ പ്ലാനിങ് ബ്രിങ്സ് ഇക്കോണമി ഇൻ ടു ഓപ്പറേഷൻ. ദാറ്റ് മീൻസ് ടു അവോയ്ഡ് ദ വേസ്റ്റേജ്. വേസ്റ്റേജിന്റെ വോളിയം പരമാവധി റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നു. ദെൻ എൻഹാൻസ് എഫിഷ്യൻസി. ഫേമിന്റെ എഫിഷ്യൻസി കൂട്ടാൻ വേണ്ടി സാധിക്കും. ദെൻ ഹെൽപ്സ് ഇൻ മോട്ടിവേഷൻ ടെക്നിക്സ് മാക്സിമം ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും. അങ്ങനെ എവിടെയെങ്കിലും ഒരു അപാകത ഉണ്ട് എന്ന് കണ്ടാൽ ആ ഒരു ഏരിയയിൽ നല്ലൊരു മോട്ടിവേഷൻ ടെക്നിക്സ് ഇംപ്ലിമെന്റ് ചെയ്ത് കൊടുത്തു. അപ്പോൾ വർക്കേഴ്സിന്റെ ഭാഗത്താണെങ്കിൽ വർക്കേഴ്സിന് കൊടുക്കാൻ പറ്റാവുന്ന മാക്സിമം ഫെസിലിറ്റീസ് എന്താണോ അത് അവർക്ക് പ്രൊവൈഡ് ചെയ്യുക. അപ്പോൾ വർക്കേഴ്സ് സാറ്റിസ്ഫൈഡ് ആയിരിക്കും, അവർ നന്നായിട്ട് വർക്ക് ചെയ്യുകയും ചെയ്യും. Okay, these are the importance of planning. Next topic, limitations of planning. Then what are the basic limitations of planning? Number one, expensive, lack of reliable data, time consuming. It encourages a false sense of security, technological changes, external factors and limitation of forecasting. Okay, for വെൽ ഓക്യുപ്പൈഡ് ആയിട്ടുള്ള ഒരു ഡോമിനന്റ് ഫേമിന് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ഒരു ലാർജ് സ്കെയിൽ ഓർഗനൈസേഷന് മാത്രമേ വെൽ ഓക്യുപ്പൈഡ് ആയിട്ടുള്ള ഒരു പ്ലാനിങ് പ്രോസസ്സ് കമ്മിറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഇപ്പോൾ ഒരു സ്മോൾ സ്കെയിൽ അല്ലെങ്കിൽ ഒരു മീഡിയം സ്കെയിൽ റൺ ചെയ്യുന്ന ഓർഗനൈസേഷനൊക്കെ പ്ലാനിങ്ങിന് വേണ്ടിയിട്ട് ഹ്യൂജ് ഫണ്ട് യൂട്ടിലൈസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ വളരെ കോസ്റ്റ്ലി ആയിരിക്കും. അപ്പോൾ അവരൊക്കെ എന്ത് ചെയ്യും, അവരുടെ മാനേജർക്കുള്ള ഒരു കപ്പാസിറ്റി അല്ലെങ്കിൽ അവരുടെ ഫോർമാനുള്ള ഒരു കപ്പാസിറ്റി എത്രയാണോ അത് യൂട്ടിലൈസ് ചെയ്യൽ മാത്രമാണ് ഏതിൽ നടക്കുന്നത്, ഷോർട്ട് ടേം അതുപോലെ മീഡിയം ടേം ഓർഗനൈസേഷനൊക്കെ ഫോളോ ചെയ്യുന്നത്. അതേസമയം ലാർജ് സ്കെയിൽ ഓർഗനൈസേഷന് ഒരു ഹ്യൂജ് ഫണ്ട് അല്ലെങ്കിൽ ഒരു സെപ്പറേറ്റ് സെക്ഷൻ തന്നെ എന്തിന് യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട്, പ്ലാനിങ് പ്രോസസ്സിനെ യൂട്ടിലൈസ് ചെയ്യുന്നു. സോ പ്ലാനിങ് ഈസ് ആൻ എക്സ്പെൻസീവ് ദെൻ ടു കമ്പയറിംഗ് വിത്ത് മീഡിയം ആൻഡ് ഷോർട്ട് ടേം ബിസിനസ് ഓർഗനൈസേഷൻ. ഓക്കെ, ഒരു സ്മോൾ സ്കെയിൽ അല്ലെങ്കിൽ ഒരു മീഡിയം റേഞ്ചിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു ഓർഗനൈസേഷനെ സംബന്ധിച്ചിടത്തോളം പ്ലാനിങ് പ്രോസസ്സ് നടത്തുക എന്ന് പറഞ്ഞാൽ എക്സ്പെൻസീവ് ആണ്. ദെൻ ലാക്ക് ഓഫ് റിലയബിൾ ഡാറ്റ. നമ്മൾ ഒരുപാട് ഫാക്റ്റിനെ അല്ലെങ്കിൽ ഒരുപാട് ഇൻഫോർമേഷൻസിനെ ബേസ് ചെയ്തിട്ടാണ് പ്ലാനിങ് പ്രോസസ്സ് ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. പക്ഷെ നമ്മൾ കളക്ട് ചെയ്തിട്ടുള്ള ഫാക്ട് അല്ലെങ്കിൽ ഇൻഫോർമേഷൻ എന്ന് പറയുന്നത് അത് ഫേക്ക് ആണെങ്കിൽ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള പ്ലാനിങ് പ്രോസസ്സും എന്തായിരിക്കും, ഫേക്ക് ആയിട്ട് വരും. പ്ലാനിങ് ഈസ് ദ ബേസിക് ഫംഗ്ഷൻ ഓഫ് മാനേജ്മെന്റ്. അപ്പോൾ മാനേജ്മെന്റിന്റെ ബേസിക് ഫംഗ്ഷൻ ആണ് പ്ലാനിങ് എന്ന് പറയുന്നത്. ആ പ്ലാനിങ് പ്രോസസ്സ് ഇംപ്ലിമെന്റ് ചെയ്യാനുള്ള ഇൻഫോർമേഷൻ അല്ലെങ്കിൽ ഡാറ്റ അല്ലെങ്കിൽ ഐഡിയാസ് നമ്മൾ കളക്ട് ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ ഫാക്ട് നമ്മൾ കളക്ട് ചെയ്തിട്ടുള്ളത് ഫേക്ക് ആയിട്ടുള്ള ഇൻഫോർമേഷനെ ബേസ് ചെയ്തിട്ടാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും, ആ പ്ലാനിങ് പ്രോസസ്സും ലോസിലേക്ക് കൂപ്പുകുത്തും. ഓക്കെ, എന്ന് പറഞ്ഞാൽ അതിനൊരു റെലവൻറ്റും ഇല്ലാതായിട്ട് മാറും. സോ ലാക്ക് ഓഫ് റിലയബിൾ ഡാറ്റ. അപ്പോൾ റിലയബിൾ ഡാറ്റ അവൈലബിൾ അല്ല എന്നുണ്ടെങ്കിൽ ഈ ഉണ്ടാക്കിയിട്ടുള്ള പ്രോസസ്സ് അല്ലെങ്കിൽ ആ ഒരു മീറ്റ് ചെയ്തിട്ടുള്ള എക്സ്പെൻസ് അല്ലെങ്കിൽ അതിന് ഉപയോഗിച്ചുള്ള ടൈം എന്തായിരിക്കും, വേസ്റ്റ് ആയി പോകും. ഓക്കെ, ദെൻ ടൈം കൺസ്യൂമിങ്. ദാറ്റ് മീൻസ് റിലയബിൾ ആയിട്ടുള്ള ഫാക്ച്വൽ ഇൻഫോർമേഷൻസ് അല്ലെങ്കിൽ ഐഡിയാസ് നമ്പർ ഓഫ് പേഴ്സൺസിൽ നിന്ന് അല്ലെങ്കിൽ യൂണിറ്റിൽ നിന്ന് അല്ലെങ്കിൽ സൊസൈറ്റിയിൽ നിന്ന് നമ്മൾ കളക്ട് ചെയ്യണം. ദെൻ ഫോർകാസ്റ്റിംഗ്, ഫ്യൂച്ചറിനെ കുറിച്ചുള്ള ഒരു ഫോർകാസ്റ്റിംഗ് വേണം. അപ്പം അങ്ങനെ ഒരു ഇവന്റിനെ ഒക്കെ പ്ലാൻ ചെയ്തിട്ട് വേണം എന്ത് ചെയ്യാൻ, ഈ പറയുന്ന പ്ലാനിങ് പ്രോസസ്സ് ഇംപ്ലിമെന്റ് ചെയ്യാൻ. ഫ്യൂച്ചർ എന്ന് പറഞ്ഞാൽ അൺസർട്ടനിറ്റി ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഫോർകാസ്റ്റിംഗ് പ്രോസസ്സ് നടത്തുന്ന സമയം ഒരുപാട് ഫാക്ടിനെ കൺസിഡർ ചെയ്യണം. അപ്പോൾ അത്തരത്തിലുള്ള റിലയബിൾ ആവുന്ന ഇൻഫോർമേഷന് കിട്ടണമെന്നുണ്ടെങ്കിൽ ഒരുപാട് ടൈം കൺസ്യൂമിങ് യൂട്ടിലൈസ് ചെയ്യണം. ദെൻ ഇറ്റ് എൻകറേജസ് എ ഫാൾസ് സെൻസ് ഓഫ് സെക്യൂരിറ്റി. അപ്പോൾ ഒരു പ്ലാനിങ് പ്രോസസ്സ് ഇംപ്ലിമെന്റ് ചെയ്തു എന്ന് അസ്യൂം ചെയ്യാം. അപ്പോൾ ഒരു മാനേജറെ സംബന്ധിച്ചിടത്തോളം ആ മാനേജറിന്റെ കീഴിലുള്ള
ഒരുപാട് സബോർഡിനേറ്റ്സ് ഉണ്ടായിരിക്കും. അപ്പോൾ ആ സബോർഡിനേറ്റ്സ് വർക്ക് ചെയ്യുന്നുണ്ട്, ഡേ ബൈ ഡേ അവർ വർക്കിൽ ഇൻവോൾവ് ആണ്. പക്ഷെ അവർ വർക്ക് ചെയ്യുന്നത് നേരത്തെ പ്ലാൻഡ് ആയിട്ടുള്ള പ്രൊസീജിയറിനെ, ഷെഡ്യൂളിനെ അല്ലെങ്കിൽ പ്രിൻസിപ്പിൾസിനെ, റെസ്ട്രിക്ഷൻസിനെ ബേസ് ചെയ്തിട്ടാണ് എന്നുള്ള അസംഷനിലാണ് ആര് നിൽക്കുന്നുണ്ടാവുക, മാനേജർ നിൽക്കുന്നുണ്ടാവുക. പക്ഷെ ഡേ ടു ഡേ ഓപ്പറേഷൻസ് കണ്ടക്ട് ചെയ്യുന്ന ഒരു വർക്കർ അല്ലെങ്കിൽ ഒരു സബോർഡിനേറ്റ്സ് അല്ലെങ്കിൽ ഒരു എംപ്ലോയി എന്ത് ചെയ്തോളണമെന്നില്ല, നേരത്തെ പ്ലാൻ ചെയ്തിട്ടുള്ള പ്ലാനിങ് പ്രോസസ്സിനെ കൺസിഡർ ചെയ്തോളണമെന്നില്ല. സോ ഇറ്റ് എൻകറേജസ് എ ഫാൾസ് സെൻസ് ഓഫ് സെക്യൂരിറ്റി. അപ്പോൾ നമ്മൾ ആ ഒരു അസംഷനിലാണ് മാനേജർ പോകുന്നത്. എൻ്റെ സബോർഡിനേറ്റ്സ് അല്ലെങ്കിൽ എനിക്ക് കീഴിലുള്ള ഫോളോവേഴ്സ് ഇവരൊക്കെ ആക്ട് ചെയ്തിട്ടുള്ളത് നേരത്തെ ഞാൻ കൊടുത്തിട്ടുള്ള പ്ലാനിങ് പ്രോസസ്സിനെ ബേസ് ചെയ്തിട്ടാണ്, അതിനെ വയലേറ്റ് ചെയ്തിട്ടല്ല പോകുന്നത് എന്നുള്ള അസംഷനിലാണ്. ദെൻ ഈവൻ ഏതെങ്കിലും ഒരു എംപ്ലോയിക്കോ അല്ലെങ്കിൽ ഒരു സബോർഡിനേറ്റ്സിനോ എവിടെയെങ്കിലും ഒരു മിസ്റ്റേക്ക് വരുത്തിയാൽ അത് തിരുത്താനുള്ള അവസരം ഇവിടെ ക്രിയേറ്റ് ചെയ്യുന്നില്ല. കാരണം ഇവിടെ പ്ലാൻ ചെയ്തിട്ടുണ്ട്, പ്രൊസീജിയർ അല്ലെങ്കിൽ ഷെഡ്യൂളുകൾ, ബജറ്റുകൾ പ്രിപ്പയർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്, അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് വർക്ക് ചെയ്യുന്നുള്ള അസംഷനിലാണ് മാനേജർ പോകുന്നത്. സോ ഇറ്റ് എൻകറേജസ് എ ഫാൾസ് സെൻസ് ഓഫ് സെക്യൂരിറ്റി. ഫിഫ്ത്ത് വൺ, ടെക്നോളജിക്കൽ ചേഞ്ചസ്. നമുക്കറിയാം പെർ മിനിറ്റിൽ പെർ സെക്കൻഡിൽ ടെക്നോളജിക്കൽ ഡെവലപ്മെന്റ് വന്നുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഒരു ടെക്നോളജിക്കൽ ഡെവലപ്മെന്റ് യൂസ് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ ഒരു ടെക്നിക്കൽ ഡിവൈസ് നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ അതിനേക്കാളും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെക്നോളജിക്കൽ ഡെവലപ്മെന്റ് വന്നു കഴിഞ്ഞാൽ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്തിട്ടുള്ള ആ ഒരു കോസ്റ്റ് കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ലോസ് ആയി പോകും. കാരണം അതിനേക്കാൾ എഫിഷ്യൻസി ആയിട്ടുള്ള അല്ലെങ്കിൽ കുറഞ്ഞ ടൈം കൊണ്ട് മാക്സിമം റിസൾട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന ടെക്നോളജിക്കൽ ചേഞ്ചസ് ഓട്ടോമാറ്റിക്കലി നമ്മളുടെ പ്ലാനിങ് പ്രോസസ്സിനെ എഫക്റ്റ് ചെയ്യും. ഓക്കെ, ദെൻ എക്സ്റ്റേണൽ ഫാക്ടേഴ്സ്. എക്സ്റ്റേണൽ ഫാക്ടേഴ്സിൽ ഒന്നാണ് എന്ത്, ടെക്നോളജിക്കൽ ചേഞ്ചസ്, ദെൻ ഗവൺമെന്റ് പോളിസീസ്, കോമ്പറ്റീഷൻസ്, ഓക്കെ, എക്കണോമിക്കൽ സ്ട്രക്ചർ, ഇതൊക്കെ എക്സ്റ്റേണൽ ഫാക്ടേഴ്സാണ്. അപ്പോൾ ഗവൺമെന്റിന്റെ ഭാഗത്തുണ്ടാവുന്ന കണ്ടീഷൻസ് അല്ലെങ്കിൽ പോളിസീസ്, അതുപോലെ എക്കോണമിയിലുണ്ടാവുന്ന മാറ്റങ്ങൾ, കോമ്പറ്റീറ്റേഴ്സിന്റെ സ്ട്രെങ്ത്തും വീക്ക്നെസ്സും ചേഞ്ചസ് ആവുന്നതിനനുസരിച്ച് കൊണ്ട് ഇതൊക്കെ നമ്മളെ പ്ലാനിങ് പ്രോസസ്സിനെ എഫക്ട് ചെയ്യും. ദെൻ ലിമിറ്റേഷൻസ് ഓഫ് ഫോർകാസ്റ്റ്. നമ്മൾ പറഞ്ഞു ഫ്യൂച്ചർ അൺസർട്ടനിറ്റി ഉള്ളതാണ്. ആ അൺസർട്ടനിറ്റിയെ ബേസ് ചെയ്തുകൊണ്ടായിരിക്കും നമ്മൾ എന്തുണ്ടാവുക, പ്ലാനിങ് പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യുന്നത്. പക്ഷെ നമ്മൾ കൺസിഡർ ചെയ്തിട്ടുള്ള അൺസർട്ടനിറ്റിന്റെ വോളിയം കുറവാണെങ്കിൽ നമ്മുടെ പ്ലാനിങ് പ്രോസസ്സും ആ ഒരു റിസൾട്ടേ ക്രിയേറ്റ് ചെയ്യുള്ളൂ. അപ്പോൾ നമ്മൾ അൺസർട്ടനിറ്റിയെ കൺസേൺ ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ കൺസിഡർ ചെയ്തിട്ടുള്ള വോളിയത്തിന് എങ്ങനെ ഇരിക്കുന്നോ അതിനനുസരിച്ചിരിക്കും നമ്മുടെ പ്ലാനിങ്ങിന്റെ സക്സസും ഫെയിലിയറും. ഓക്കെ, നമ്മൾ കൺസിഡർ ചെയ്തിട്ടുള്ള, അതായത് നമ്മൾ ഫോർകാസ്റ്റ് ചെയ്യുന്നിടത്ത് അപാകത പറ്റിപ്പോയാൽ അല്ലെങ്കിൽ നമ്മൾ കറക്റ്റ് ചെയ്തിട്ടുള്ള ഡാറ്റന്റെ വോളിയം കുറവായാൽ അല്ലെങ്കിൽ ഫ്യൂച്ചറിലെ ഇവന്റിനെ കൺസിഡർ ചെയ്യാതെ കണ്ടിട്ടാണ് നമ്മൾ പ്ലാൻ ചെയ്തതെങ്കിൽ ഈ പ്ലാനിങ് പ്രോസസ്സ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഹ്യൂജ് ലോസ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ഫാക്ടറായിരുന്നു. സോ ലിമിറ്റേഷൻ ഓഫ് ഫോർകാസ്റ്റ്. ദീസ് ആർ ദ മേജർ ലിമിറ്റേഷൻസ് ഓഫ് പ്ലാൻ. എക്സ്പെൻസീവ്, lack of reliable data, time consuming, it encourages a false sense of security, technological changes, external factors and limitation of forecasting. Is it clear? Thank you.